വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തെങ്കാശി കഴിഞ്ഞ് കല്ലടക്കുറിച്ചിയിലേക്കാണ് കേട്ടോ. അവിടെ ഒരു വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നു. നേരത്തെ കല്യാണം വിളിച്ചപ്പോഴേ പോകണോ പോണ്ടായെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് ഓക്കെ പോകാമെന്ന് കൺഫേം ചെയ്തത്. അപ്പോൾ ട്രെയിനാണ് കേട്ടോ പോകുന്നത്. പുനലൂരിൽ നിന്ന് ട്രെയിനാണ് കേട്ടോ. ഞാൻ കൊല്ലത്തുനിന്ന് പുനലൂരിലേക്ക് വന്നു. അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ വന്ന് എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ കയറി ലേസ് പാക്കറ്റൊക്കെ അദ്വികയുടെ കയ്യിലുണ്ട്. രാവിലെ തന്നെ അദ്വികയുടെ പല്ല് പോയി കേട്ടോ. ഇന്ന് രാവിലെയാണ് പോകുന്നത്. അങ്ങനെ ട്രെയിൻ എടുത്തു. ഞങ്ങൾ 1:15 ട്രെയിനായിരുന്നു കേട്ടോ. ഗുരുവായൂർ എക്സ്പ്രസ്സിനായിരുന്നു പോയിരുന്നത്. അപ്പോൾ അത് തെങ്കാശി വരെ ഉള്ളൂ. അവിടുന്ന് അടുത്ത ട്രെയിന് വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട്. അങ്ങനെ പല്ല് പോയ മുത്തശ്ശി എന്തൊക്കെയോ പറയുന്നുണ്ട്. അയാൾക്കായിരുന്നു കേട്ടോ കൂടുതൽ വാശി തമിഴ്നാട്ടിലെ കല്യാണത്തിന് പോകണമെന്ന്. അങ്ങനെ ഉച്ചയായപ്പോഴത്തേനും ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ട്രെയിനിലാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ വിശന്നാണ്. വരുന്നതിൻ്റെ ഒരു ധൃതിയിൽ ഒന്നും വാങ്ങി വെക്കാനും സാധിച്ചില്ല. ഇതാണ് സത്യം. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ തെങ്കാശി പോകുന്ന റൂട്ടിൽ ട്രെയിനിൽ പോകുന്നത്. അല്ലാതെ ബസ്സിലും ബൈക്കിലും ഒക്കെ പോയിട്ടുണ്ട്. എന്നാലും ട്രെയിനിൽ ഇത് ആദ്യമായിട്ടാണ്. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല വിശപ്പും. എന്തൊക്കെയോ കൈ കിട്ടി ഇതൊക്കെ കഴിച്ചു. എന്നാലും നമ്മൾ സ്ഥിരം ചോറ് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു വക കഴിക്കാത്തതിൻ്റെ നല്ല ക്ഷീണവും. അതോ നല്ല വെയിലോടെ വെയിൽ. അതിനിടയ്ക്കൊരു ചായ വന്നു. ചായയാണ് വാങ്ങി കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ ചെങ്കോട്ടയിൽ ഇറങ്ങി. അവിടുന്ന് അടുത്ത ട്രെയിനിന് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അടുത്ത ട്രെയിൻ ഇനി 6 മണിക്കാണ് ഉള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് 3 മണിയൊക്കെ 3-3:30 ആയപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ പിന്നെ 6 മണിക്കത്തെ ട്രെയിനിന് പോകാൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ ബസ്സിന് പോകാമെന്ന് കരുതി. അങ്ങനെ ചെങ്കോട്ടയിൽ നിന്ന് ബസ്സിന് പോകാമെന്ന് കരുതിയിട്ട് ഒരു ഓട്ടോയിൽ കയറി. ഓട്ടോ ആണെങ്കിൽ നല്ല കോമഡി ആയിരുന്നു. അപ്പുറവും ഇപ്പുറവും ഇരിക്കാൻ പറ്റുന്ന ഓട്ടോയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഓട്ടോയ്ക്കകത്ത് കയറി എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അവിടുന്ന് ബസ് സ്റ്റേഷനിൽ ചെന്നു. അവിടുന്ന് ബസ് കയറി തെങ്കാശി ബസ് സ്റ്റേഷനിൽ ചെല്ലണം. അവിടുന്നാണ് ഇനി കല്ലടക്കുറിച്ചിക്കുള്ള ബസ് കിട്ടുക. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ്, ആദ്യമായി നമ്മൾ പോകുന്നതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ ഒരുപാട് അതും വെയിലൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ടും ടയേർഡായിട്ടോ. അങ്ങനെ തെങ്കാശി ബസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേനും കൊല്ലത്തേക്കും പത്തനംതിട്ടയിലേക്കും ഒക്കെ ഉള്ളൊരു ബസ്സുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചു. കാരണം ഞങ്ങൾ അത്രയ്ക്ക് ടയേർഡായിട്ടോ. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ടയേർഡായത്. അങ്ങനെ അവിടുന്ന് കല്ലടക്കുറിച്ചിക്കുള്ള ടിക്കറ്റും എടുത്ത് അങ്ങനെ അവിടെ കയറിട്ടോ. പിന്നെ ബസ്സിൽ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ കല്ലടക്കുറിച്ചി എത്തിയപ്പോഴത്തേനും സംതിങ് 6 മണിയോളം ആയി. അങ്ങനെ കല്യാണ വീട്ടിലും ചെന്ന് ഇവിടുത്തെ ഡെക്കറേഷൻസൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ടായിരുന്നു. പിന്നെ അവിടെ ബ്രൈഡ് ടു ബി ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു ചെറിയ തോതിൽ. അങ്ങനെ അതൊക്കെ കണ്ടു കേട്ടോ. ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. വീട്ടിലെ ടെറസിൻ്റെ മുകളിലാണ് ഇതേപോലെ പനയോലകൾ കൊണ്ടാണ് കേട്ടോ അവർ റൂഫ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്. അത് ചോരുവോ ഇല്ലയോ എന്ന് തിരക്കാൻ മറന്നുപോയി. ഇപ്പോഴാണ് ആലോചിക്കുന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല ചൂടത്ത് പനയോലകൾക്കുള്ളിലിരിക്കാനൊരു നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ചെന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് നമ്മൾ റൂം എടുത്തിട്ടിരുന്നത്. അപ്പോൾ കല്യാണം വീട്ടിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ റൂമിലായിരുന്നു കേട്ടോ നമ്മളന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാമെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ നൈറ്റ് അവിടെ ഇഡലിയും വടയും സാമ്പാറുമായിരുന്നു കേട്ടോ നൈറ്റ് കഴിക്കാൻ. ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ. പിന്നെതാ ഒരു ചായയും കുടിച്ചു. നൈറ്റിലേക്കുള്ളത് സെറ്റായി. ഇനി എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിയാൽ മാത്രം മതി എന്നൊരു ചിന്ത മാത്രമായിരുന്നു കേട്ടോ അവിടെ ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. പന്തലൊക്കെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമാണ്. ആ പന്തലിൻ്റെ മുകളിലും പനയോലകൾ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ റൂം. അങ്ങനെ റൂമിലൊക്കെ ചെന്ന് ഞങ്ങൾ എങ്ങനെയോ കിടന്നുറങ്ങി. രാവിലെ എണ്ണിച്ചതാ സെറ്റായി. കുറേ പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തലയിൽ. തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ പൂവിനൊരു പഞ്ഞവും ഇല്ലായിരുന്നു. അങ്ങനെ പൂവൊക്കെ വെച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോൾ വലിയ ബാനറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ ആങ്ങളയുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ബാനർ, പിന്നെ റിലേറ്റീവ്സിൻ്റെ ഒരു ബാനർ, അങ്ങനെ ബാനറോടെ ബാനർ അങ്ങനെ സെറ്റായിട്ടുണ്ട്. രാവിലെ ആയിരുന്നു കേട്ടോ കല്യാണം. അങ്ങനെ രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. അവിടെ പ്രത്യേകിച്ച് നമ്മുടെ കിളുന്തലയാണ് കേട്ടോ. നമ്മുടെ അവിടെ മുറ്റിയിലയല്ലേ നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അവിടെ കിളുന്തലയായിരുന്നു. ആദ്യം തന്നെ കേസരി ബാത്ത് കൊണ്ടുവച്ചു. പിന്നെ ചമ്മന്തി, ഇഡലി, പൂരി, വട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ അതൊക്കെ കഴിച്ചു. 9 മണിയായിട്ടോ പെണ്ണും ചെറുക്കനും അപ്പോഴത്തേനും അധികം നല്ല ഉറക്കത്തിലായിരുന്നു. പെണ്ണും ചെറുക്കനും വന്നു. 6:30 മുഹൂർത്തം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ ഈ ഹാളിലേക്ക് വന്നത്. പിന്നെ മൊത്തം ഫോട്ടോ എടുപ്പായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഫോട്ടോകളൊക്കെ ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോകളുണ്ടോയെന്നേ എനിക്ക് സംശയമുള്ളൂ. അങ്ങനെ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാ വീടുകൾക്കും തിണ്ണയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നപ്പോൾ ആരുമില്ല. അപ്പോൾ ഞങ്ങളായി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. പൊട്ടിച്ചിരി നീങ്ങിപ്പോയി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു അഫീക. അങ്ങനെ ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടോ ഞങ്ങൾ. അങ്ങനെ നിറയെ പൂ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നിറയെ പൂവൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി പോയി. അപ്പോൾ ചോറ്, അവിയൽ, തോരൻ, പിന്നെ സാമ്പാർ, പപ്പടമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ക്ഷീണിച്ച് ഞങ്ങളെല്ലാം വീണ്ടും വെറുതെ ഇരിക്കാൻ തുടങ്ങി. മൊത്തം വെറുതെ ഇരിപ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങി. പശുവൊക്കെ നേരെ നടന്നു വരുന്നു. ഇതേപോലെ നിറയെ ആടുകൾ എല്ലാ റോഡിലിങ്ങനെ വെറുതെ നടക്കുവാണ് കേട്ടോ. കെട്ടിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളും അതേപോലെ നടന്നു. ഇത് വെയിലോട് വെയിലടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാ റോഡുകളിലും ഓരോ റോഡിനും ഇതേപോലെ ചെറിയ ചെറിയ അമ്പലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാ ഗള്ളിയിലും. പിന്നെ 4 മണിയായപ്പോഴത്തേന് ചായ കുടിക്കാൻ വന്നിരുന്നു. അങ്ങനെ ചായയുടെ കൂടെ കേസരി ഉണ്ടായിരുന്നു, പിന്നെ ബജ്ജി ഉണ്ടായിരുന്നു കേട്ടോ. ബജ്ജിയുണ്ട്, വടയുണ്ട്. അപ്പോൾ ഞാൻ ബജ്ജിയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ബജ്ജി എന്തിൻ്റെ കൂടെയും ചമ്മന്തി ഉണ്ട് കേട്ടോ. ചമ്മന്തി ഇല്ലാത്തൊരു കളിയില്ല ഇവിടെ, എല്ലാത്തിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഒരു പായല്ല ബെഡ്ഷീറ്റ് പോലെ എന്തോ വിരിച്ചിട്ടിട്ട് എന്തോ ഒരു സെറ്റപ്പ് ചെയ്യാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു.
അപ്പോൾ പറഞ്ഞു പെണ്ണും ചെറുക്കനും ഒരു ഗെയിം കളിക്കാൻ പോകാമെന്ന്. അങ്ങനെ എന്ത് ഗെയിമാണ് അവർ കളിക്കുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു അടുത്തത്. അങ്ങനെ രണ്ട് കൂട്ടരും രണ്ട് സൈഡിലിരുന്നിട്ട് ആദ്യം ഒരു ബോൾ പോലെ, ചെറിയൊരു ബോൾ പോലെ എന്തോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിച്ചു. ബോളിനകത്തിൽ എന്തോ കിലുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും അതാണ് അടുത്ത് രസമായിട്ട് തോന്നിയത്. വെട്ടിക്കളി കഴിഞ്ഞപ്പോഴത്തേനും ഒരാളത് ബലമായിട്ട് പിടിച്ചു വെച്ചു. പിന്നെ ഓപ്പോസിറ്റ് ആൾ അത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ. അങ്ങനെ 3 വട്ടമായിട്ട് കളിച്ചു. എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ അക്ഷമയായിട്ട് കാത്തിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൻറ്റിമാർ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളും ഏതൊക്കെയോ നമ്മുടെ മലയാളം ഫിലിമിൽ ഇതേപോലെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇങ്ങനെ ഉരുട്ടിക്കളിക്കുന്നത് കണ്ടു, പക്ഷെ ഇങ്ങനെ ബലമായി പിടിച്ചു വെക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വലിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി തന്നെയായിരുന്നു അവിടെ. അങ്ങനെ അത് 3 വട്ടം കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു പ്ലേറ്റ് പോലൊരു സംഭവത്തിനകത്ത് കുറേ കുഴിയുണ്ട്. അതിൽ നമ്മുടെ ശംഖില്ലേ, കുഞ്ഞു ശംഖ്, അത് ഇങ്ങനെ ഓരോ കുഴിയിലായിട്ട് ഇട്ടിട്ട് എടുത്ത് എന്തോ കളിയായിരുന്നു. ആ കളി മാത്രം എനിക്ക് മനസ്സിലായില്ല. കുഴിയും എന്തോ പറഞ്ഞവരെ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. അങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തിരുന്ന് ചേച്ചിയോട് ചോദിച്ചു, ഇതൊക്കെ നിർബന്ധമാണോ എന്ന്. അപ്പോൾ അത് നിർബന്ധമൊന്നുമല്ല, എന്നാലും അവർ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് പിന്നെ മുല്ലപ്പൂ ബോൾ പോലെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ക്യാച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ പറ്റിക്കുന്ന പോലത്തെ ഗെയിമാണ്. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് പറ്റിക്കും. അത് കഴിഞ്ഞായിരുന്നു ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഞാൻ നോക്കിയപ്പോൾ ഒരു പാത്രത്തിനകത്ത് കുറേ പപ്പടം ചുട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളാകെ ബിസ്ക്കറ്റ് ചാടി കളിക്കുന്ന കളി മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് തലയിലടിച്ച് കളിക്കാനായിട്ടാണ് കേട്ടോ ഈ പപ്പടം. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. തലയിൽ പപ്പടം അടിക്കുക. ആഹാ, നമ്മുടെ ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടി. ഇത് കല്യാണത്തിന് കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ പപ്പടം അടിച്ച് കളിക്കുന്ന കളിയാണ് കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേ. അവർക്ക് രണ്ടുപേർക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ. കൂടുള്ളവരാണെങ്കിൽ എന്തിനാ ചിരിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റാത്തൊരു ഇതിലാണ് കേട്ടോ. ക്യാമറമാനൊക്കെ അവരെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. തലയിൽ അടിക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലത്തൂടെ കറക്കി ഇടത്തൂടെ കറക്കി അടിക്കണമെന്നൊക്കെ അവിടെ ഇരിക്കുന്ന ചേച്ചിമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 3 വട്ടം അടിച്ച് കളിച്ചു കേട്ടോ. അവർ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഹാപ്പിയായി ചിരിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഗെയിം കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത്. ക്യാമറമാനാണെങ്കിൽ ഫുള്ളും അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസാണ് കേട്ടോ എടുക്കുന്നത്. പുള്ളി പപ്പടത്തിൻ്റെ ഫോട്ടോ എടുത്തോന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ ചിരി കണ്ടില്ലേ. അങ്ങനെ നൈറ്റ് ബെറോട്ടയും വെജിറ്റബിൾ കറിയായിരുന്നു കേട്ടോ. എല്ലാം വെജിറ്റബിൾ കറിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നൈറ്റ്. അങ്ങനെ പോയി കിടന്നതേ ഓർമ്മയുള്ളൂ. നന്നായി ഉറങ്ങിട്ടോ. അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കുവാണ് കേട്ടോ. മൊത്തം ഫുഡ് കഴിപ്പിൻ്റെ വീഡിയോ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഇഡലി ഉണ്ട്, പിന്നെ റവ വെച്ചിട്ട് എന്തോ ഒരു ഐറ്റം ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലായിട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വണ്ടി വരാനായിട്ട്. 10 മണിക്കത്തെ ട്രെയിനാണ് കേട്ടോ. അവിടുന്ന് തെങ്കാശി പോയിട്ട് വേണം നമുക്ക്, കല്ലടക്കുറിച്ചിയിൽ നിന്ന് തെങ്കാശി പോയിരുന്നിട്ട് വേണം അവിടുന്ന് അടുത്ത ട്രെയിൻ വേണം. ഒറ്റ ട്രിപ്പിനുള്ള ട്രെയിൻ ഇല്ല കേട്ടോ ഇവിടുന്ന്. പിന്നെ 11 മണിക്ക് എന്തോ ആണ് ഒറ്റ ട്രിപ്പിനുള്ള ട്രെയിൻ.
അങ്ങനെ ട്രെയിനൊക്കെ കയറി തെങ്കാശി വന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ തെങ്കാശി ജംഗ്ഷനിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. 2:30-ക്കാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ. അതും ഗുരുവായൂർ എക്സ്പ്രസ് തന്നെയാണ്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സംതിങ് 11 മണിയൊക്കെ ആയപ്പോഴത്തേനും തെങ്കാശി വന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ തെങ്കാശിയിലോട്ടൊന്ന് ഇറങ്ങി നടക്കാമെന്ന് കരുതി. അങ്ങനെ ഇറങ്ങി നടന്നൊരു മാങ്ങയൊക്കെ മേടിച്ചു. പിന്നെ അവിടെ മൊത്തം ഇതേപോലെയുള്ള കലത്തിനകത്തിൽ എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് മേടിച്ച് ഞങ്ങൾ ട്രൈ ചെയ്തില്ല. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി തിരിച്ച് ട്രെയിനിൽ കയറി. അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു കേട്ടോ. 2 ദിവസത്തെ യാത്ര എല്ലാവർക്കും നല്ല ടയേർഡായിപ്പോയി. അങ്ങനെ 5:45 ആയപ്പോഴത്തേനും ട്രെയിൻ പുനലൂർ വന്നു കേട്ടോ. അവരെല്ലാം പുനലൂർ ഇറങ്ങി. ഞാൻ നേരെ വന്ന് കുണ്ട്രയാണ് കേട്ടോ ഇറങ്ങിയത്. കുണ്ട്രയിൽ നിന്നൊരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണേ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. അതേപോലെ അത്രയും നേരം അവരുമായിട്ട് കളിച്ച് രസിച്ചിരുന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. പെട്ടെന്ന് എല്ലാവരുമായിട്ടും നമ്മൾ നല്ല ജോളിയായിട്ടിരുന്നിട്ട് ഒറ്റയാക്കി ആകുമ്പോഴുള്ളൊരു വിഷമം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.